ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ സ്വാഗതം അരുളുന്നു. വീണ്ടും ഒരു ശനിയാഴ്ച രാത്രി കൂടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാനും അനുഗ്രഹീതമായ വചനങ്ങൾ കേട്ട് ജീവിതാനുഭവങ്ങൾ കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് നൽകി തന്ന ഈ നല്ല സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇതൊരാത്മീയ ശുശ്രൂഷയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ അനുഗ്രഹീതമായ സമയത്തിനാണ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയോടെ വീണ്ടും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഇരിക്കുകയാണ്. അനേക പ്രതികൂലങ്ങളുണ്ട് എങ്കിലും സകലത്തെയും അനുകൂലമാക്കി തരുന്നൊരു കർത്താവ് ഞങ്ങളോടുകൂടെ ഉണ്ട്. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ച ആ കൃപകൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും യാതൊരു തടസ്സങ്ങളും കൂടാതെ സ്വർഗത്തിലെ ദൈവം ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും കറണ്ടും എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണം. പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയ സഹോദരിക്കാട് സ്തോത്രം കർത്താവിന്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ. അതുപോലെ ഇന്ന് ക്ലാസ് എടുക്കുന്ന ദൈവത്തിന് സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനാട് സ്തോത്രം. ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്ന് ശക്തമായൊരു ദൂത് തരുവാൻ ദൈവം പ്രസാദിക്കണമേ. മാനുഷികമായ ഒരു വാക്കുകളും കേൾക്കുവാൻ ഇടയാകരുത്. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം. കടന്നു വരുന്ന ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയോടെ ഇരിക്കട്ടെ. അനേകരുടെ ഹൃദയങ്ങളിൽ ഈ വചനം സംസാരിപ്പാൻ ഇടയാകണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന ഈ സാക്ഷി പ്രോഗ്രാമിന്റെ 163 എപ്പിസോഡിലേക്കാണ് പ്രാർത്ഥനയോടെ നമുക്കിന്ന് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തത്. കഴിഞ്ഞ നാളുകളിൽ അനേകരുടെ, നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഈ മിനിസ്ട്രിക്ക് അനുഗ്രഹമായിരുന്നു. സും പ്രോഗ്രാം മാത്രമല്ല, അനുബന്ധമായി പല കാര്യങ്ങൾ ഈ മിനിസ്ട്രിയുള്ള ബന്ധത്തിൽ ചെയ്യുന്നതിനെല്ലാം ദൈവം അനുഗ്രഹിക്കുന്നു. അതിന് ദൈവനാമത്തിലുള്ള നന്ദി ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പ്രിയ സഹോദരി ലിസ ബിജു ബെഹ്റിൻ അവർ 2 ഗാനങ്ങൾ നമ്മളെ പാടി കേൾപ്പിക്കുന്നതായിരിക്കും. പ്രിയ സഹോദരി എല്ലാ സ്നേഹത്തോടും ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് അനുഗ്രഹീതമായ ഒരു സബ്ജക്ട് നമ്മളോട് സംസാരിക്കുന്നത്, നോട്ടീസിൽ ഞാൻ ബോധിപ്പിച്ചിരുന്നു, യഹോവയുടെ ദൂതൻ എന്നൊരു സ്പെഷ്യൽ സബ്ജക്ട് ഇന്ന് കൈകാര്യം ചെയ്യുന്നത് കർത്താവിന്റെ ദാസൻ ബ്രദർ തോമസ് എബ്രഹാം അറ്റ്ലാന്റ അവറുകളാണ്. പ്രിയ സഹോദരനോടുള്ള അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. അനേക ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ഒരു ദൈവദാസനാണ്. അതുപോലെ അനേക ഗാനങ്ങൾ രചിച്ചിട്ടുള്ള ഒരു ദൈവദാസനാണ്. പ്രിയദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയദാസനെയും ഈ ശുശ്രൂഷയിലേക്ക് ഇന്ന് രാത്രി എല്ലാ സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും പ്രാർത്ഥനയോടും കൂടെ ക്ഷണിക്കുന്നു. ഒരു മലയാള ഗാനം കൂടെ കേട്ട് നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് കിടക്കാം. ആ ഗാനം ഇങ്ങനെ ആരംഭിക്കുന്നു: പാടിയിടും ഞാനും സ്നേഹത്തിൻ ഗാനം. കർത്താവിന്റെ സ്നേഹത്തെ കുറിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം പ്രിയ സൗരിൽ നിന്ന് കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ സൗര്യെ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. യേശുവിൻ സ്നേഹം പാടാം ഞാൻ, ക്രൂശിലെ
യേശുനാഥൻ. യേശുവിൻ നാമമതത്ഭുത നാമം, പാപികളിൽ കനിയുന്നൊരു നാമം. യേശുവിൻ നാമമതത്ഭുത നാമം, പാപികളിൽ കനിയുന്നൊരു നാമം. പാടിയിടാം ഞാനും സ്നേഹത്തിൻ ഗാനം, കേൾക്കാനായി വന്നിടുമോ സ്നേഹിതാ ഇന്ന്. യേശുവിൻ സ്നേഹം പാടാം ഞാൻ, ആ ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ. യേശുവിൻ സ്നേഹം പാടാം ഞാൻ, ആ ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ. രാജാതിരാജാവേ, കർത്താതി കർത്താവേ, ഉന്നതനാം ദേവനേ, വാഴ്ത്തുന്നു മോദം. രാജാതിരാജാവേ, കർത്താതി കർത്താവേ, ഉന്നതനാം ദേവനേ, വാഴ്ത്തുന്നു മോദം. നരകത്തിൽ ഞാൻ വെന്തിരിയാതെ സ്വർഗീയ പറുദീസ നൽകിയല്ലോ. നരകത്തിൽ ഞാൻ വെന്തിരിയാതെ സ്വർഗീയ പറുദീസ നൽകിയല്ലോ. യേശുവിൻ നാമമതത്ഭുത നാമം, പാപികളിൽ കനിയുന്നൊരു നാമം. യേശുവിൻ നാമമതത്ഭുത നാമം, പാപികളിൽ കനിയുന്നൊരു നാമം. പാടിയിടാം ഞാനും സ്നേഹത്തിൻ ഗാനം, കേൾക്കാനായി വന്നിടുമോ സ്നേഹിതാ ഇന്ന്. യേശുവിൻ സ്നേഹം പാടാം ഞാൻ, ആ ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ. യേശുവിൻ സ്നേഹം പാടാം ഞാൻ, ആ ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ. യേശുവിൻ സ്നേഹം പാടാം ഞാൻ, ആ ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ. താങ്ക് യു ലിസ സൗരി. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം, ദൈവത്തിന്റെ സ്നേഹത്തെ ഉയർത്തുന്ന വളരെ സുന്ദരമായ ഒരു ഗാനം. പ്രിയ സൗരി, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേകം സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി പാടുവാൻ, ദൈവനാമം മഹത്വപ്പെടുവാൻ കർത്താവിന്റെ ദാസിയെ ബലപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. യഹോവയുടെ ദൂതൻ, പഴയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, അതിന് വിളിക്കുന്ന ഒരു പേരാണ് യഹോവയുടെ ദൂതൻ. ക്രിസ്റ്റഫനി എന്ന് നാം വിളിക്കും. ഓക്കെ, ആ വിഷയത്തെക്കുറിച്ച് കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുകയാണ്. നോട്ടീസിൽ നാം അത് കാണുവാനിടയായി. യഹോവയുടെ ദൂതൻ എന്ന വിഷയത്തെക്കുറിച്ച് കർത്താവിന്റെ ദാസൻ സംസാരിക്കുമ്പോൾ വളരെ തികഞ്ഞ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ദൈവവചനം കേട്ട് പഠിക്കുവാൻ നമ്മോട് സംസാരിക്കുന്ന ഒരു മുഖാന്തരമായി, ഒരു സമയമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസൻ ബ്രദർ തോമസ് എബ്രഹാം അറ്റ്ലാന്റ അവറുകളെ എല്ലാ സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടി ശുശ്രൂഷയിലേക്ക് ആദവുമായി സ്വാഗതം ചെയ്യും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സൂമിൽ കൂടി ദൈവവചനം ശ്രദ്ധിക്കുന്ന കർത്താവിൽ പ്രിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് കർത്താവിന്റെ വചനം നിങ്ങളോട് സംസാരിപ്പാൻ എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കാൽവറിനാഥം എന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ പാടി സ്തുതിക്കാം എന്ന ഈ പ്രോഗ്രാമിൽ
ദൈവവചനം ശുശ്രൂഷിപ്പാൻ ലഭിച്ച ഈ അവസരത്തെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവികമായ ശുശ്രൂഷയിൽ വളരെയധികം അധ്വാനിക്കുകയും വ്യാപരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കർത്തൃദാസന്മാരായ ഇവാഞ്ചലിസ്റ്റ് സന്തോഷ് മാത്യുവിനും അതുപോലെ തന്നെ റോയ് ബ്രദറിനും ഉള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. മനോഹരമായ 2 ക്രിസ്തീയ ഗാനങ്ങളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയ ലിസ സഹോദരിക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ കർത്താവിൽ അറിയിക്കുന്നു. എന്നെക്കുറിച്ചുള്ള സാക്ഷ്യം ഞാൻ തന്നെ പറയുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ സാക്ഷ്യമല്ല. കർത്താവ് സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തനാകുന്നു. യോഹന്നാൻ 5:31-32 വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയുന്നതൊന്നും യഥാർത്ഥത്തിൽ സാക്ഷ്യമല്ല. അത് ചില പ്രസ്താവനകൾ മാത്രമാണ്. എങ്കിലും ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജന്മസ്ഥലം അടൂർ എന്ന സ്ഥലത്താണ്. ബാല്യകാലത്തിൽ അവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. 14-ാമത്തെ വയസ്സിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ജലത്തിൽ സാക്ഷിച്ച് സ്ഥലം സഭയുടെ അംഗമായി അവിടെയുള്ള വിശ്വാസികളോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ചും ശുശ്രൂഷിച്ചും പോരുവാൻ ദൈവം എനിക്ക് ഇടയാക്കി തീർത്തു. പരസ്യ യോഗങ്ങളിലും സഭായോഗങ്ങളിലും ദൈവവചനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം കർത്താവ് ബലപ്പെടുത്തി. അങ്ങനെ ചെറുപ്പകാലത്ത് അടൂരുള്ള ദൈവസഭയോടുള്ള ബന്ധത്തിൽ കഴിയുവാനിടയായി. വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് അവിടെ നിന്നും ജോലി സംബന്ധമായിട്ട് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും ഇരുന്നിട്ടുണ്ട്. അവിടങ്ങളിലുള്ള സ്ഥലം സഭകളോടുള്ള ബന്ധത്തിൽ കർത്താവിനെ ആരാധിച്ചും അവിടെയുള്ള വിശ്വാസികളോട് ചേർന്ന് കർത്തൃവേലയിലായിരിക്കാനും ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജോലിയോടുള്ള ബന്ധത്തിൽ പിന്നീട് ഒരു 10 വർഷത്തോളം സൗദി അറേബ്യയിൽ ആയിരുന്നു. അവിടെ സൗദിയുടെ കിഴക്കൻ പ്രോവിൻസിലുള്ള ഏതാണ്ട് 7 സഭകൾ, അതൊക്കെയും രഹസ്യമായിട്ട് കൂടി വന്നിരുന്ന സഭ മീറ്റിങ്ങുകളായിരുന്നു. ആ മീറ്റിങ്ങുകളിൽ പോകുവാനും അതിൽ പങ്കെടുക്കുവാനുമായിട്ട് എനിക്ക് സാധിച്ചു. അവിടെ ഉള്ള 7 സഭകൾ, ആ 7 സഭകളിൽ ആഴ്ചയിൽ 7 ദിവസവും ദൈവവചന ശുശ്രൂഷ ചെയ്യുവാൻ, വചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനും ദൈവം ഇടയാക്കിക്കൊണ്ടിരുന്നു. 2007 ഞാനും എൻ്റെ ഭാര്യ ലിസിയും ഞങ്ങള് അമേരിക്കയിലേക്ക് എമിഗ്രന്റ് ആയിട്ട് വന്നു. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ മക്കളോട് ചേർന്ന് മോനും മോളും അവർ രണ്ടും കുടുംബമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് അറ്റ്ലാന്റയിലുള്ള ക്രിസ്ത്യൻ ബ്രദറൻ അസംബ്ലിയില് കർത്താവിനെ ആരാധിച്ചും ദൈവിക ശുശ്രൂഷകളിൽ പങ്കെടുത്തും പോരുന്നു. US വന്ന ശേഷം ചില ക്രിസ്തീയ ഗ്രന്ഥങ്ങൾ എഴുതുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. 2010 സത്യാരാധന എന്ന ഒരു പുസ്തകം എഴുതി അത് പ്രസിദ്ധീകരിച്ചു. അതിനെ തുടർന്ന് വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം, ദാനിയേൽ പ്രവചനം, യേശുക്രിസ്തുവിന്റെ അവകാശ പ്രഖ്യാപനങ്ങൾ,
ക്രിസ്തീയ വിശ്വാസത്തിന്റെ മൗലിക ഉപദേശങ്ങൾ, അത് കഴിഞ്ഞ് എബ്രായ ലേഖന വ്യാഖ്യാനം എന്നിങ്ങനെ ഉള്ള പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കാനായിട്ട് ദൈവം സഹായിച്ചു. വിവിധ കാലഘട്ടങ്ങളിലായിട്ട് പല വിഷയത്തോടുള്ള ബന്ധത്തിൽ കർത്താവിനെ പാടി സ്തുതിപ്പാൻ ഏതാണ്ട് 25 ആത്മീയ ഗീതങ്ങൾ രചിക്കുന്നതിനും കർത്താവ് സഹായിച്ചു. ഇടയ്ക്ക് നാട്ടിലെ ഞാൻ പോകുമ്പോൾ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. അവിടെയും കർത്താവ് ഉള്ള ദൈവജനത്തോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ചും മഹത്വപ്പെടുത്തിയും പോരുവാൻ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. തുടർന്നും എളിയ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവിൽ കൂടുതൽ ബലപ്പെടുവാനായിട്ട് ദൈവം ഇടയാക്കേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ തുടർന്നും സഹായിക്കണം എന്ന് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം യഹോവയുടെ ദൂതൻ എന്നുള്ളതാണ്. യഹോവയുടെ ദൂതൻ എന്ന് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലൊക്കെയും അനേക ഭാഗത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിലെല്ലാം പറയുവാനായിട്ട് സമയമില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഈ വിഷയം അവതരിപ്പിച്ച് ദൈവനാമ മഹത്വത്തിന് കാരണമാക്കി തീർക്കേണ്ടതിന് ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ ഭാഗം ഞാനിപ്പോൾ വായിക്കുകയാണ് ചെയ്യുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. മോശ മരുഭൂമിയിലെ പുരോഹിതനും തൻ്റെ അമ്മായിയപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്തുള്ള ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയപ്പോൾ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്നു നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിനെ അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആയ നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്നും അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു, മുഖം മൂടി. പഴയ നിയമം മുഴുവനും നാം പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കാണാം. ഈ കാര്യം കർത്താവായ യേശു ക്രിസ്തു തന്നെ യഹൂദന്മാരോടും തന്റെ ശിഷ്യന്മാരോടും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. യോഹന്നാൻ 5-ന്റെ 39-40 വാക്യങ്ങളിൽ അത് കാണാം. എന്നിട്ട് പറയുക, നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങൾ
വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്റെ വാക്ക് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇത് കർത്താവ് പറഞ്ഞതാണ്. തിരുവെഴുത്തുകളിൽ മോശ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നിങ്ങൾ ആ ദൈവപുത്രന്റെ അടുക്കൽ വരണം, മനുഷ്യപുത്രന്റെ അടുക്കൽ വരണം. അതാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുന്നില്ല, കാരണം നിങ്ങൾ മോശയുടെ പ്രമാണങ്ങളെ അനുസരിക്കുന്നില്ല, അവൻ എഴുതിയിരിക്കുന്നത് വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന കൂട്ടത്തിൽ എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരോട് പറഞ്ഞത്, അവരിങ്ങനെ വാദിച്ചും തർക്കിച്ചും പോയി, അവർക്ക് കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. മശിയായെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒന്നും അവർക്ക് ബോധ്യമായില്ല. അപ്പോൾ അവരോട് ചേർന്ന് നടന്ന കർത്താവ് അവരുടെ കണ്ണിന് മറവായിരുന്നു അവൻ. അപ്പോൾ അവൻ പറഞ്ഞത്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അതിനുശേഷം അവർക്ക് ആ കാര്യങ്ങളൊക്കെയും വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് 24-25 മുതലുള്ള വാക്യങ്ങളിൽ കാണാം. പിന്നീട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം വൈകുന്നേരത്ത് തോമസ് ഒഴികെ മറ്റ് 10 ശിഷ്യന്മാരും അതുപോലെ തന്നെ എമ്മൗസിലേക്ക് പോയ ആ 2 ശിഷ്യന്മാർ അവര് മടങ്ങി വന്ന് എല്ലാവരും കൂടി ഒന്നിച്ച് ഇരുന്ന് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് അകത്ത് ഇരിക്കുമ്പോൾ ഇതാ കർത്താവ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. യോഹന്നാൻ 20:19 അത് കാണാം. അവിടെ എമ്മൗസിൽ നിന്നും രാത്രിയിൽ തന്നെ മടങ്ങി വന്ന ഈ 2 ശിഷ്യന്മാർ, അവർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ വിവരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അന്ന് രാവിലെ പത്രോസിന് പ്രത്യക്ഷപ്പെട്ടതും സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ടതും ഒക്കെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവരുടെ നടുവിൽ വന്ന് പ്രത്യക്ഷനായി അവരോട് സമാധാനം എന്ന് പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നുകൊടുത്തു. ഇങ്ങനെ പഴയ നിയമം മുഴുവനും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യങ്ങളാണ്. പഴയ നിയമത്തിൽ യഹോവയുടെ ദൂതൻ, യഹോവയുടെ ഭുജം, യഹോവയുടെ ദാസൻ, യഹോവയുടെ മുള എന്നിങ്ങനെ പ്രവാചകന്മാർ പ്രസ്താവിച്ചിരിക്കുന്നതെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ഇവിടെ മോശ മുൾപ്പടർപ്പിന്റെ നടുവിൽ കത്തുന്ന ആ തീജ്വാലയിൽ കണ്ട യഹോവയുടെ ദൂതൻ ആരാണെന്ന് നാം ഇപ്പോൾ വായിച്ച ഈ 6 വാക്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. അതിന്റെ 2-ാം വാക്യത്തിൽ, 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണുന്നത് യഹോവയുടെ ദൂതൻ അവരുടെ പ്രത്യക്ഷനായി എന്നാണ്. 4-ാം വാക്യത്തിൽ പറയുന്നത് ആ ദൂതൻ അവിടെ മോശ വരുന്നത് യഹോവ കണ്ടപ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ദൂതൻ യഹോവയാണ് എന്ന് പറയുന്നു. പിന്നീട് നാം വായിക്കുന്നത്, അപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് മോശേ മോശേ എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ ദൈവം യഹോവയായ ദൈവം തന്നെ എന്നവിടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അത് യഹോവയായതുകൊണ്ടാണ് അവനോട് പറഞ്ഞത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, അതുകൊണ്ട് നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് പറഞ്ഞത്. ഇനി 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി
നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു. അവിടെ പ്രത്യക്ഷനായ ആ യഹോവയുടെ ദൂതൻ അത് മോശയോട് പറയുകയാണ്, ഞാൻ യഹോവയായ ദൈവമാണ്, ഞാന് ദൈവമാണ്, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് എന്ന് പറയുന്നു. അപ്പോൾ നാം അവിടെ ഒടുവിൽ വായിച്ചത് മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടിട്ട് അവൻ മുഖം മൂടി എന്നാണ്. അപ്പോൾ ഇവിടെ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുന്നത് ദൈവം മാത്രമാണ്. ദൂതന്മാർക്ക് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുവാൻ കഴിയുകയില്ല. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിമല്ലോ എന്നാണ് നമ്മൾ ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നത്. ആവർത്തന പുസ്തകം പല ഭാഗത്ത് അത് വായിക്കുന്നുണ്ട്. 9-ലും 4-ലും ഒക്കെ വായിക്കുന്നുണ്ട് ആവർത്തനം. ആ കാര്യം എബ്രായ ലേഖനത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന് 12-ാം അധ്യായത്തില്. അപ്പോൾ ദൈവം അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുന്നു. ദൈവം അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരാക്കുന്നു എന്ന് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു. എബ്രായ ലേഖനം ആരംഭ ഭാഗത്തും അത് കാണുന്നുണ്ട്. ദൈവത്തിന്റെ സിംഹാസനം അത് അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമാണെന്ന് ദാനിയേൽ 7-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് ദൈവമാണ് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുന്നത്, ദൂതന്മാരാരുമല്ല. ദൈവജനത്തിന്റെ ശത്രുക്കളെ സംഹരിക്കേണ്ടതിന്, അവരെ ശിക്ഷിക്കേണ്ടതിന്, അതല്ലെങ്കിൽ അവർക്ക് പ്രതികാരം ചെയ്യേണ്ടതിന് യഹോവ വരുന്നതിനെ കുറിച്ച് യെശയ്യാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നാം വായിക്കുന്നത്, യഹോവ തന്റെ കോപത്തെ ഉഗ്രതയോടും തന്റെ ശാസനയെ അഗ്നിജ്വാലയോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷനാകും എന്നാണ് എഴുതിയിരിക്കുന്നത്. യെശയ്യാവ് 66:15. ഈ കാര്യം പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുമ്പോൾ അവിടെ ആ കാര്യം ഓർപ്പിച്ച് പറയുന്നത് അത് കർത്താവായ യേശുക്രിസ്തുവാണ് അങ്ങനെ പ്രത്യക്ഷനാകുന്നത് എന്നാണ്. അതായത് കർത്താവായ യേശുക്രിസ്തു തന്റെ മഹത്വ പ്രത്യക്ഷതയിൽ താൻ വരുന്ന കാര്യത്തെക്കുറിച്ചാണ് അത് കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ 2 തെസ്സലോനി 1:6-7 വാക്യങ്ങളിൽ നാം കാണുന്നത് കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി എന്നാണ്. അപ്പോൾ അത് എന്തിനാണ് അവൻ പ്രത്യക്ഷനാവുന്നത്? ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും? അവർക്ക് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിപ്പിക്കുവാൻ, അവരെ ശിക്ഷിക്കുവാനായിട്ട് അവൻ പ്രത്യക്ഷപ്പെടുന്നത് അഗ്നിജ്വാലയിൽ ആയിരിക്കും എന്നവരെ കാണിക്കുകയാണ്. ഇവിടെ ദൈവം മാത്രമാണ് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുന്നത്. ദൂതന്മാരാരും പ്രത്യക്ഷനാകുന്നില്ല. മോശയ്ക്ക് പ്രത്യക്ഷനായ യഹോവയുടെ ദൂതൻ മോശയോട് പറഞ്ഞത്, നീ മിസ്രയീമിൽ പോയി ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ച് കൊണ്ടുവരണം. അതിന് മോശ മറുപടി പറയാണ്, ഞാൻ അതിന് എന്തുമാത്രമുള്ളൂ? അതിനവൻ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഈ ദൂതൻ പറയുകയാണ്, മരുഭൂമിയിലൊക്കെയും മോശയോടുകൂടെ ഇരുന്ന് അവരെ നടത്തിയത് യഹോവയുടെ ദൂതനായിരുന്നു. അപ്പോൾ മോശ ദൈവത്തോട്, ഇസ്രായേൽ മക്കൾ എന്നോട് നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന്റെ നാമം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് എന്താണ് ഉത്തരം പറയേണ്ടത്? അതിന് ദൈവം മോശയോട് പറഞ്ഞത്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. പുറപ്പാട് 3:14 അത് കാണാം. ഞാനാകുന്നവൻ ഞാനാകുന്നു, അയാം ഹു അയാം. അതിന്റെ അർത്ഥം ഞാൻ സ്വയംഭൂ ആകുന്നു, സ്വയം ആസ്തിത്വമുള്ളവനാണ് ഞാന്. എബ്രായ ഭാഷയിൽ യഹൈഹ്
അഷർ യഹൈഹ് എന്നാണ് പറയുന്നത്. ഗ്രീക്കിൽ അത് പറയും ഈഗോ എയ്മി ഓ ഓൻ, ഈഗോ എയ്മി, ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ സ്വയംഭൂവായവൻ, സ്വയംഭൂവാകുന്നവൻ, അവനാണ് നിനക്ക് പ്രത്യക്ഷനായത് എന്ന് നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്നാണ് മോശയ്ക്ക് പ്രത്യക്ഷനായ ദൂതൻ പറഞ്ഞത്. അപ്പോൾ യഹോവയുടെ ദൂതൻ ഇവിടെ പറഞ്ഞത് സ്വയംഭൂവായ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. പേര് ചോദിച്ചാൽ അതാണ് പറയേണ്ടത്. ദൂതന്മാരാരും സ്വയംഭൂവല്ല, അവരെല്ലാം സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നാൽ സ്വയംഭൂവായി ഒരേ ഒരാളെ ഉള്ളൂ, അത് ദൈവമാണ്. ഇവിടെ പറയുന്ന യഹോവയുടെ ദൂതൻ യഹോവ തന്നെ ആകുന്നു. അവൻ ദൈവമാണ്. ദൈവം പ്രത്യക്ഷമായ ആ സ്ഥലം മറ്റുള്ളവർ പ്രത്യക്ഷമാകുന്നത് പോലെയല്ല, അത് വിശുദ്ധമാണ്. യോശുവയ്ക്കും പ്രത്യക്ഷപ്പെട്ടത് യഹോവയുടെ ദൂതനായിരുന്നു. അതുകൊണ്ട് ഇതേ വാക്ക് തന്നെ യോശുവയോടും പറയുന്നുണ്ട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ച് മാറ്റുക എന്ന്. അപ്പോൾ ദൈവമാണ് അവിടെയെല്ലാം പ്രത്യക്ഷനാകുന്നത് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും, അറിയാൻ കഴിയും. ഹോരേബിൽ വെച്ച് ദൈവം ഇസ്രായേൽ ജനത്തിന് ന്യായപ്രമാണം കൊടുക്കുന്ന ആ കൽപ്പലകൾ കൊടുക്കുവാൻ ഉദ്ദേശിച്ച ആ ദിവസം അവര് കാളക്കുട്ടിയെ ഉണ്ടാക്കിയെന്ന് നാം കാണുന്നുണ്ട്. അത് അവരുടെ ദൈവമാണെന്നും അവർ പറഞ്ഞു ഉണ്ടാക്കിയ ശേഷം അവരെ മിസ്രയീമിൽ നിന്നും കൊണ്ടുവന്ന ദൈവമാണ് എന്നവരെ ഒന്നിച്ച് പറഞ്ഞു. അത് കേട്ടപ്പോൾ അഹരോൻ പറഞ്ഞു, എന്നാലേ നാളെ നമുക്ക് യഹോവയ്ക്കൊരു ഉത്സവം എന്ന് പറഞ്ഞ് അതിന്റെ മുമ്പിലൊരു യാഗപീഠം പണിതു അഹരോൻ. അപ്പോൾ ദൈവം മോശയോട്, നോക്കുക, ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു, ഈ ജനം ദുശാഠ്യമുള്ള ജനമാണ്, അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിച്ചു കളയേണ്ടതിന് എന്നെ വിടുക, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കാം എന്ന് പറഞ്ഞു. മോശ ഇടനിലക്കാരനായിട്ട് നിന്നുകൊണ്ട് ജനത്തിനും ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട് അപേക്ഷകൾ കഴിച്ചത് കൊണ്ടാണ് ദൈവം അപ്പോൾ അവരെ ശിക്ഷിക്കാതെ വിട്ടത്. അല്ലെങ്കിൽ ആ ഒരു ജനത്തെ അപ്പോൾ തന്നെ മുഴുവനായിട്ട് നശിപ്പിച്ചു കളയുമായിരുന്നു. എന്നാൽ മോശ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ നിന്റെ അത്ഭുതമായ നീട്ടിയ ഭുജം കൊണ്ടും ബലം കൊണ്ടും അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന് മരുഭൂമിയിൽ കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞാൽ ജാതികൾ എന്ത് പറയും? ഇതൊക്കെ കേട്ടപ്പോൾ ദൈവം അനുതപിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വരാൻ പോകുന്ന അനർത്ഥത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചു, അനുതപിച്ചു. എന്നാൽ അന്ന് മുതൽ ഒരു പ്രത്യേക കാര്യം സംഭവിച്ചു, അത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അന്ന് മുതൽ യഹോവയുടെ സാന്നിധ്യം ഇസ്രായേലിന്റെ നടുവിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് വായിക്കുന്നത്. പുറപ്പാട് പുസ്തകം 33:3 യഹോവ മോശയോട് പറയുന്നത്, ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടു പോകാം. എന്റെ ദൂതൻ, യഹോവ പറയുകയാണ്, എന്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും, എന്നാൽ എന്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും എന്ന് പറഞ്ഞു. വീണ്ടും ദൈവം മോശയോട് കൽപ്പിച്ചത്, ഞാൻ അബ്രഹാമിനോട് സത്യം ചെയ്ത ദേശമായ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുക. ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പിലായിട്ട് അയക്കും. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കയില്ല. നീ ദുശാഠ്യമുള്ള ജനമാകുന്നു. പുറപ്പാട് 33:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണാം. നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഞാനൊരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട്
നീ നിന്റെ ആഭരണം നീക്കിക്കളക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചു. പുറപ്പാട് 33:5. ഞാൻ ഒരു നിമിഷ നേരം നിങ്ങളുടെ ഇടയിൽ ഇരുന്നാൽ ഞാൻ നിങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് അവരോട് പറക അവരുടെ ആഭരണം മുഴുവൻ ഊരിക്കളയാൻ. യഹോവയായ ദൈവമല്ല യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ മരുഭൂമിയിൽ കൂടി നടത്തിയത്. അങ്ങനെ യഹോവയായിരുന്നു അവരെ മരുഭൂമിയിൽ കൂടി നടത്തിയിരുന്നതെങ്കിൽ അവരിൽ ഒരൊറ്റ എണ്ണം പോലും ശേഷിക്കാതെ എല്ലാവരും നശിച്ചു പോകുമായിരുന്നു. ആരും കനാനിൽ എത്തുകയില്ലായിരുന്നു. ഒരു നിമിഷം ഞാൻ നിങ്ങളുടെ മധ്യേ ഇരുന്നാൽ നിങ്ങളെ മുഴുവനും നശിപ്പിച്ചു കളയും എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ സഞ്ചരിച്ചത് മുഴുവനും അവര് യഹോവയുടെ ദൂതന്റെ കരുണയും കൃപയും നിമിത്തമാണ്. അഥവാ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലാണ്, അവന്റെ കരുണയാലാണ് അവര് മരുഭൂമിയിൽ കൂടി നടത്തപ്പെട്ടത്. ഇല്ലായിരുന്നുവെങ്കിൽ ഒരൊറ്റെണ്ണം പോലും കനാനിൽ പ്രവേശിക്കുകയില്ലായിരുന്നു. മരുഭൂമിയിൽ വെച്ച് സകലത്തെയും ദൈവം നശിപ്പിച്ചേ കളയുമായിരുന്നു. ദൈവം ആ ഇസ്രായേൽ പാളയത്തിൽ അവൻ ഒരു നിമിഷം പോലും നിൽക്കുകയില്ല, തങ്ങുകയില്ല എന്ന് മനസ്സിലാക്കിയ മോശ എന്ത് ചെയ്തു? മോശ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ആ ദൈവത്തിന്റെ കൂടാരമെടുത്ത് അവൻ പാളയത്തിന് പുറത്ത് വളരെ ദൂരെ കൊണ്ടുപോയി അവിടെ കൂടാരം അടിച്ചിട്ട് ആ കൂടാരത്തിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. പുറപ്പാട് 33:7. അപ്പോൾ യഹോവയുടെ കൂടാരം പോലും ഇസ്രായേൽ പാളയമിറങ്ങിയിരിക്കുന്ന ആ പാളയത്തിൽ ഇല്ലായിരുന്നു. കാരണം അവിടെ വെച്ചാൽ അവരെ ദൈവം നശിപ്പിക്കും. ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ദൈവം അയച്ച ഈ ദൂതനെ സംബന്ധിച്ച് ദൈവത്തിന്റെ അരുളപ്പാട് ഇങ്ങനെയായിരുന്നു: ഞാനൊരു ദൂതനെ നിങ്ങൾക്ക് മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്, അഥവാ അവനോട് മത്സരിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും ക്ഷമിക്കുകയില്ല. എന്നിട്ട് പറയുകയാണ്, എന്റെ നാമം അവനിലുണ്ട്. പുറപ്പാട് 23:20-21 വാക്യങ്ങളിൽ അത് കാണാം. അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുന്നവൻ, അതുപോലെ ക്ഷമിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരാണ്? യഹോവയുടെ നാമം ധരിച്ചിരിക്കുന്ന യഹോവയുടെ ദൂതനാണ്. യഹോവയുടെ ദൂതനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവന് മാത്രമേ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ആർക്കും അത് സാധ്യമല്ല. അവൻ പിതാവിന്റെ നാമമാണ് ധരിച്ചിരിക്കുന്നത്. കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, യോഹന്നാൻ 17-ാം അധ്യായത്തിൽ, നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. യോഹന്നാൻ 17:11. ഇവിടെ ദൈവം അവരോട് പറയുന്നത്, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടെത്തിക്കേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. പുറപ്പാട് 23:20. അപ്പോൾ പിതാവ് സ്വർഗത്തിൽ നിന്നും അയച്ച തന്റെ പുത്രനു മാത്രമേ മനുഷ്യജാതിയെ നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ, അവരുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയുകയുള്ളൂ. അതാണ് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞത്, മനുഷ്യപുത്രന് മാത്രമേ ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ളൂ. മർക്കോസ് 2:10. അവനോട് വിഘടിച്ചാൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. ഇതാണ് കർത്താവ് യഹൂദന്മാരോടും പറഞ്ഞത്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു,
പിതാവ് ചെയ്തതു കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നു. അവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ കാരണം എല്ലാവരും പിതാവിനെ എങ്ങനെ ബഹുമാനിക്കുന്നവോ അതുപോലെ പുത്രനെയും ബഹുമാനിക്കണം. അതിനുവേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ പിതാവിന്റെ ഉള്ളിൽ തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. അതായത് പിതാവ് സ്വയംഭൂ ആയിരിക്കുന്നത് പോലെ പുത്രനും സ്വയംഭൂവാണ്, അവനിൽ തന്നെ ജീവനുണ്ട്. ഇതാണ് കർത്താവ് യഹൂദന്മാരോടും പറഞ്ഞത്. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, അവൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെയും വിശ്വസിക്കുമായിരുന്നു. ഞാനല്ലാതെ പാപങ്ങൾക്ക് മോചനം വരുത്തുവാൻ ആരുമില്ല. ഞാനാണ് നിങ്ങളെ നടത്തുന്നത് ഈ ഭൂമിയിൽ. കൃപയും സത്യവും നിറഞ്ഞവനായി ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ ഇടയിൽ പാർത്ത കർത്താവായ യേശു ക്രിസ്തു, അവന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ, മനുഷ്യനെ നടത്തുവാൻ കഴിയുകയുള്ളൂ, മനുഷ്യന്റെ പാപങ്ങൾ മോചിക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ യഹോവയുടെ ദൂതൻ യഹോവ തന്നെ എന്ന് മോശ ഗ്രഹിച്ചു. കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾ നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. നിങ്ങളെ കുറ്റം ചുമത്തുന്നവൻ ഞാനല്ല, നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട്. നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന മോശ തന്നെ. അവൻ ആ മോശയെ നിങ്ങൾ വിശ്വസിച്ചിരുന്നു എങ്കിൽ നിങ്ങൾ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അതുകൊണ്ട് ന്യായവിധി ദിവസത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളെ ഞാനല്ല കുറ്റം ചുമത്തുന്നത്, മോശ നിങ്ങളെ കുറ്റം ചുമത്തും. എന്താ മോശ കുറ്റം ചുമത്തുന്നത്? അല്ലയോ ഇസ്രായേല്യരെ, ഈ ദൈവപുത്രനെ കുറിച്ച്, ഈ മശിഹായെ കുറിച്ച് അല്ലയോ ഞാൻ എഴുതിയതെല്ലാം? നിങ്ങളത് വായിച്ചിട്ടില്ലയോ? നിങ്ങൾ അവനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലയോ? യഹോവയുടെ ദൂതൻ ഇവനല്ലയോ? അവനോട് വിഘടിക്കരുത് എന്ന് യഹോവയല്ലയോ പറഞ്ഞത്? നിങ്ങളുടെ പാപങ്ങൾക്ക് ക്ഷമ ലഭിക്കുവാൻ നിങ്ങൾ അവനെയല്ലയോ ആശ്രയിക്കേണ്ടത്? പക്ഷെ നിങ്ങളത് കേട്ടില്ലല്ലോ എന്ന് ന്യായവിധി ദിവസത്തിൽ നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട്. അത് നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ ആയിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവത്രേ സ്വർഗത്തിലുള്ള അപ്പം. സാക്ഷാൽ അപ്പം, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം നിങ്ങൾക്ക് തന്നത് എന്ന് പറഞ്ഞു. എന്താണ് സാക്ഷാൽ അപ്പം, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം? ഇവിടെ കർത്താവ് പറയുന്നു, ഞാനാണ് ജീവന്റെ അപ്പം എന്ന്. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. യഹോവ മോശയോട് പറഞ്ഞത്, എന്റെ ദൂതൻ നിങ്ങൾക്ക് മുമ്പായി നടന്ന് നിന്റെ ശത്രുക്കളെ നിർമൂലമാക്കി. അവിടെ പറയുന്നുണ്ട്, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, കനാന്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിങ്ങനെ ഇവരുടെ ദേശങ്ങളൊക്കെയും അവിടേക്ക് നിങ്ങളെ കൊണ്ടുപോയിട്ട് അവരെയെല്ലാം നിർമൂലമാക്കി ദേശം നിങ്ങൾക്ക് പിടിച്ചടക്കി തരും എന്നാണ്. അപ്പൊ നോക്കുക, ഇവിടെ യോശുവ അല്ല യഥാർത്ഥത്തിൽ ദേശം പിടിച്ചടക്കി ഇസ്രായേലിന് കൊടുത്തത്, യഹോവയുടെ ദൂതനാണ്. എന്നാൽ ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കയില്ല, ഞാൻ ഒരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം, മനുഷ്യന്റെ രക്ഷയ്ക്ക്, മനുഷ്യനെ നടത്തുന്നതിന്, മനുഷ്യനോട് അടുത്തിരിക്കുന്നത് കൃപയും
കരുണയും കാണിക്കുന്നത്, അവനെ ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. വേറെ ഒരു രക്ഷയുമില്ലെങ്കും വേറെ ആരിലും ആശ്രയിച്ചാൽ അത് നടക്കുകയില്ല. ഇസ്രായേലിനെ മരുഭൂമിയിൽ നടത്തി കനാനിൽ എത്തിച്ചത് യഹോവയുടെ ദൂതനായിരുന്നു. ഇസ്രായേലിനെ ശപിക്കുവാനായിട്ട് ഇടയ്ക്ക് ബിലയാം എന്ന് പറയുന്ന ഒരു ആള് പുറപ്പെട്ടു വന്ന് കഴുതപ്പുറത്ത്. ആ കഴുതയെ തടഞ്ഞത് യഹോവയുടെ ദൂതനായിരുന്നു. യഹോവ ബിലയാമിന്റെ കണ്ണ് തുറന്നപ്പോൾ ഊരിപ്പിടിച്ചിരിക്കുന്ന വാളുമായി നിൽക്കുന്ന യഹോവയുടെ ദൂതനെയാണ് അവൻ കണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു? ബിലയാം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യഹോവയുടെ ദൂതൻ ബിലയാമിനോട് പറഞ്ഞത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വാക്കുകൾ മാത്രമേ നീ പറയാൻ പാടുള്ളൂ. അപ്പോൾ യഹോവയുടെ ദൂതൻ ഒരു വചനം ബിലയാമിന്റെ നാവിന്മേൽ ആക്കി കൊടുത്തു. അതാണ് അവൻ പോയി പറഞ്ഞത്. അപ്പോൾ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ നടത്തിയ യഹോവയുടെ ദൂതൻ ആരായിരുന്നു എന്ന് പൗലോസും വ്യക്തമാക്കിയിട്ടുണ്ട്. പൗലോസ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. ഇത് സ്നാനത്തിന്റെ ഒരു നിഴലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 10:1-2 വാക്യങ്ങളിൽ. അവിടെ മേഘത്തിലും സമുദ്രത്തിലും കടന്നു. അത് അർത്ഥത്തിൽ ആത്മാവിനാലും വെള്ളത്താലും വീണ്ടും ജനിച്ചവരാണ്. അഥവാ ആത്മസ്നാനം ഏറ്റ് ക്രിസ്തുവിനോട് ചേർന്ന് ഏക ശരീരമായി തീർന്നവരാണ് വിശ്വാസികൾ. അതിനെ കാണിക്കുകയാണത്. മറ്റതൊരു നിഴല് മാത്രമായിരുന്നു. അപ്പോൾ അവരെ അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ജനത്തെ അനുഗമിച്ചത് ആത്മീക പാറയിൽ നിന്നാണ് ഇസ്രായേൽ ജനം കുടിച്ചത്. എന്നിട്ട് പറയുകയാണ്, ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പൊ അവരെ രക്ഷിച്ചത് ആരാണ്? നടത്തിയത് ആരാണ്? അവര് ഭക്ഷിച്ചത് ഇവിടെ നിന്നാണ്, അവർ കുടിച്ചത് ഇവിടെ നിന്നാണ്. എല്ലാം അവരെ നടത്തിയത് ക്രിസ്തുവാണ് എന്നവിടെ തെളിയിക്കുകയാണ്. അവരെല്ലാവരും സ്വർഗത്തിൽ നിന്നുള്ള മന്ന ഭക്ഷിച്ചു. എല്ലാവരും അവര് പാറയിൽ നിന്നുള്ള ആത്മീക പാനീയം കുടിച്ചു. ആത്മീക പാനീയം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് മാത്രമല്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അത് കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കില്ല എന്നും പറഞ്ഞ ക്രിസ്തുവിനെ ആ നിഴലാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. മരുഭൂമിയിൽ ജീവജലത്തിന്റെ ഉറവയാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ രക്ഷയുടെ ഉറവയാണ്. യെശയ്യാ 12:3 അത് കാണാം. ജീവജലത്തിന്റെ ഉറവയായ അവനെയാണ് ഇസ്രായേൽ ജനം ഉപേക്ഷിച്ചത്. എന്നിട്ട് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ അവർ കുഴിച്ചിരിക്കുന്നു. ദാവീദ് ഗ്രഹത്തിനും ഭാവിയിൽ നാം നോക്കുമ്പോൾ ദാവീദ് ഗ്രഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായിട്ട് ഒരു ഉറവ തുറക്കുമെന്ന് എഴുതിയിരിക്കുന്നു സക്കറിയാവിൽ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അന്ന് അവരെ രക്ഷിക്കുവാനായിട്ടാണ് അവൻ വരുന്നത്. അപ്പോൾ അവർ കുത്യമംഗലേക്ക് നോക്കി നിലവിളിച്ച് രക്ഷ പ്രാപിക്കുന്ന കാര്യവും സക്കറിയാ 12 നാം വായിക്കുന്നുണ്ട്. 12:10 ജീവജലം കൊടുക്കുന്നത്, അതിനെക്കുറിച്ച് യെശയ്യാ പറയുന്നത്, അയ്യോ ദാഹിക്കുന്ന ഏവരുമേ, ദ്രവ്യമില്ലാത്ത ഏവരുമേ, വെള്ളത്തിനായി വരുവീൻ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതാ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അത് ആരെക്കുറിച്ചാണെന്ന് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ കാണാം. അവിടെ കർത്താവ് തന്നെ പറയുന്നുണ്ട് അതാരാണെന്ന്. ഞാൻ ആദിയും അന്തവുമാകുന്നു, ദാഹിക്കുന്നവൻ ഞാൻ ജീവ നീരുറവയിൽ നിന്ന് സൗജന്യമായിട്ട് ദ്രവ്യമില്ലാതെ കൊടുക്കും. വെളിപ്പാട് 21:6. അടുത്ത അധ്യായത്തിൽ 22 പറയുന്നുണ്ട്. വെളിപ്പാട് 22:17 പിന്നെയും പറയുകയാണ്, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ എന്ന് വായിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ജനത്തെ
അനുഗമിച്ച ആത്മീയ പാറ, അവർ കുടിച്ച ആത്മീയ പാനീയം, അത് ക്രിസ്തുവാണ്. യെശയ്യാ 43:10 ദൈവം പറയുന്നു, നിങ്ങൾ എന്റെ സാക്ഷികളാകുന്നു. എന്തിന്റെ സാക്ഷിയാണ്? ഇസ്രായേൽ ജനത്തോട് പറയുന്നു, നിങ്ങൾ എന്റെ സാക്ഷികളാണെന്ന്. എന്തോയിനാണ് നിങ്ങൾ സാക്ഷികളാകുന്നേ? നിങ്ങൾ എന്നെ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസൻ. എന്റെ ദാസൻ എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവാണ്. എന്തിനാണ് ആ ദാസനെ ദൈവം തിരഞ്ഞെടുത്തത്? നിങ്ങൾ എന്നെ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസൻ. അവനെ കുറിച്ചാണ് പരിശുദ്ധദാസൻ എന്ന് അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോസ്തലർ 4:30 അത് ഞാൻ തന്നെ. യെശയ്യാ 43:10 പറയുകയാണ്, ആ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ആ ദാസൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ ഗ്രഹിക്കേണ്ടതിന്, അതിന് നിങ്ങൾ സാക്ഷികളാകേണ്ടതിന് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസൻ അത് ഞാൻ തന്നെ എന്ന് നിങ്ങൾ അറിയും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്റെ സാക്ഷികളാകുമെന്ന് ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു. എന്തിനാണ് സാക്ഷികൾ? ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസൻ ആരാണവൻ എന്ന്, അത് ഞാൻ തന്നെ എന്ന് നിങ്ങൾ അറിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ദാസൻ അപ്പോസ്തലർ 4:27 നീ അഭിഷേകം ചെയ്ത ഇതായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി എന്ന് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ അവിടെ തടവിലാക്കിയ പത്രോസിനെയും യോഹന്നാനെയും വിട്ടയച്ച ശേഷം അവരെ മറ്റപ്പോസ്തലന്മാരുമായിട്ട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന വാചകമാണ്, നീ അഭിഷേകം ചെയ്ത നിന്റെ പരിശുദ്ധദാസൻ. അതാണ് കർത്താവായ യേശുക്രിസ്തു, യഹോവയുടെ ദാസൻ. അവൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ ഗ്രഹിക്കേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളാകുന്നു എന്നാണ് യഹോവ അവരോട് അരുളി ചെയ്തത്. ഞാൻ അവൻ തന്നെ, ഐ ആം ഹി എന്ന് നിങ്ങൾ അറിയും. എനിക്ക് മുമ്പേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എന്റെ ശേഷവും ഉണ്ടാകുകയില്ല. ഞാൻ തന്നെ യഹോവ, ഞാൻ അല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല. യെശയ്യാ 43:11-12 ഇതേ കാര്യമാണ് പത്രോസ് അപ്പോസ്തലൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞത്. പത്രോസ് മഹാപുരോഹിതന്മാരായ ഹന്നാസ്, കയ്യാഫാവ്, യോഹന്നാന്, അലക്സാണ്ടർ, പിന്നെ പുരോഹിത വർഗത്തിൽപ്പെട്ട മഹാപുരോഹിത വർഗത്തിൽപ്പെട്ട എല്ലാവരും ന്യായാധിപ സംഘത്തിന്റെ നടുവിൽ കൈ കെട്ടപ്പെട്ടവനായിട്ട് നിന്നുകൊണ്ട് അവനെ വിളിച്ചു പറഞ്ഞത് എന്താണ്? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. അതാണ് പഴയ നിയമത്തിൽ പറഞ്ഞത്, അതന്നെയാണ് പുതിയ നിയമത്തിൽ പറയുന്നതും. കർത്താവായ യേശുക്രിസ്തു അല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല. ഭാവിയിൽ ഇസ്രായേലിനെ അവരെ രക്ഷിക്കുവാനായിട്ട് കർത്താവ് ഇറങ്ങി വരും. അന്ന് അവർ പറയുന്ന ഒരു വാക്യം യെശയ്യാവിലുണ്ട്. അന്ന് ഇസ്രായേൽ ജനം കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുന്ന ഒരു വാക്യം യെശയ്യാ 63:1 അത് വായിക്കുന്നത്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നീയോ യഹോവേ, നീയല്ലോ ഞങ്ങളുടെ പിതാവ്. ആ പിതാവ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ അവനെ കുറിച്ച് പറഞ്ഞല്ലോ.
യെശയ്യാ 9:6 അവനെ നിത്യപിതാവ് എന്ന് വിളിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ ആ നിത്യപിതാവ്, നീയല്ലോ ഞങ്ങളുടെ പിതാവ് അഥവാ നിത്യപിതാവ്. എന്നിട്ട് പറയുകയാണ്, അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രയേലിന് അല്ലെങ്കിൽ യാക്കോബിന് ഞങ്ങളെ തിരിച്ചറിയുന്നതുമില്ല. നീയോ യഹോവേ, നീയാണ് ഞങ്ങളുടെ പിതാവ്. ആരാണ് ഈ യഹോവ? ഈ 63-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇത് കാണാം ആരാ യഹോവ എന്ന്. അവിടെ എഴുതിയിട്ടുണ്ട്, ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ച് ബോസ്രായിൽ നിന്ന് വരുന്ന രക്ഷിക്കുവാൻ വല്ലഭനും അവരുടെ കഷ്ടതയിലൊക്കെയും അവരെ രക്ഷിച്ചവനും അവരെ ചുമന്നുകൊണ്ട് നടന്നവനുമായ യഹോവയുടെ സന്മുഖദൂതൻ, അവനാണ് യഹോവ. ആ അധ്യായത്തിൽ അത് കാണാം, 1-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും ഒക്കെ. അവനോടാണ് പറയുന്നത്, യഹോവയുടെ ദൂതനോടാണ് പറയുന്നത്, നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, യാക്കോബിന് ഞങ്ങളെ തിരിച്ചറിയുന്നതുമില്ല, നീയല്ലോ ഞങ്ങളുടെ പിതാവ്. യെശയ്യാ 63:16. അവിടെ അന്നവര് അവനെ തിരിച്ചറിയും. കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ദൈവം അവനെ കർത്താവും രക്ഷിതാവുമായി ഉയർത്തിയിരിക്കുകയാണ്. മോവാബിന്റെ അതിരുവരെയും അവരെ അനുഗമിച്ച ആത്മീക പാറ എന്ന് പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മോവാബിന്റെ അതിരിൽ ചെന്നപ്പോൾ, ഏറ്റവും ഒടുവിൽ ചെന്നപ്പോൾ അവർക്ക് വെള്ളം കിട്ടാതെ വന്നു. അവിടെ വെള്ളം കിട്ടാതെ വന്നപ്പോൾ ദൈവം ജനത്തെ കൂട്ടിവരുത്താൻ പറഞ്ഞു. അവരെല്ലാം കൂടി വന്നു. അവരോട് പറഞ്ഞു, പ്രഭുക്കന്മാരുടെ കയ്യിലിരിക്കുന്ന ദണ്ടുകൊണ്ടും ജനശ്രേഷ്ഠന്മാരുടെ കയ്യിലുള്ള ചെങ്കോല് കൊണ്ടും മരുഭൂമിയിലെ മണലിന്മേൽ കുത്താൻ പറഞ്ഞു. അവരതിങ്ങനെ കുത്തിയിട്ട് അവരോട് പറഞ്ഞു, കിണറേ പൊങ്ങി വാ എന്ന് പാടി. അപ്പോൾ ഇതാ ജലം മരുഭൂമിയുടെ അടിയിൽ നിന്ന് പൊങ്ങി വന്നു. ഇസ്രായേൽ ജനം സഞ്ചരിച്ച മരുഭൂമിയുടെ മണലിന്റെ അടിയിൽ കൂടി അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നാണ് അപ്പോഴും അവർ കുടിച്ചത്. അവരെപ്പോൾ യാത്ര ചെയ്തോ അപ്പോൾ മുതൽ അവരെ അനുഗമിച്ച, അവരറിയാതെ അവരെ അനുഗമിച്ചു കൊണ്ടിരുന്ന ആ ആത്മീക പാറയിൽ നിന്നാണ് അവരെ കുടിച്ചത്. ഈ കാര്യങ്ങളൊന്നും പഴയ നിയമത്തിൽ പറഞ്ഞ ഒന്നും ഇസ്രായേൽ ഗ്രഹിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതും ചെയ്തതും ഒന്നും യഹൂദന്മാർ ഗ്രഹിച്ചില്ല. അവരെക്കാൾ അധികം ശമരിയ സ്ത്രീ ഗ്രഹിച്ചിരുന്നു. അപ്പോൾ കർത്താവിനോട് പറഞ്ഞത്, മശിഹ വരുമ്പോൾ അഥവാ ക്രിസ്തു വരുമ്പോൾ എല്ലാം സ്പഷ്ടമായി അറിയിച്ചു തരും എന്നായിരുന്നു. എന്തെങ്കിലും ശരിയായ നിലയിൽ അറിയണമെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരം അവനിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. ശമരിയ സ്ത്രീക്ക് ആ കാര്യം അറിയാം, ആ പ്രതീക്ഷയും അവൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേൽ ജനത്തിന് ഇല്ലായിരുന്നു. കർത്താവ് ശമരിയ സ്ത്രീയോട് പറഞ്ഞത്, അതുപോലെ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ജനത്തോട് പറഞ്ഞത് എല്ലാം ആത്മീയമായ അർത്ഥത്തിലാണ്, അല്ലാതെ വേറെ അർത്ഥത്തിലല്ല. കർത്താവ് പറഞ്ഞതെല്ലാം ആത്മീയമായ കാര്യങ്ങളായിരുന്നു. പക്ഷെ അവർക്കത് മനസ്സിലായില്ല, അവർ അത് ഗ്രഹിച്ചില്ല. അവർ മത്സരികളായതുകൊണ്ട് ദൈവം അവരുടെ കണ്ണും ചെവിയും മനസ്സും ഹൃദയവും എല്ലാം അടച്ചു കളഞ്ഞു. കർത്താവ് ശമരിയക്കാരത്തെ സ്ത്രീയോട് ചോദിച്ചത്, എനിക്ക് കുടിക്കുവാൻ തരുമോ? ഈ ചോദ്യം ആത്മീയമായിട്ടാണ് ചോദിച്ചത്. അവൾ അവന് വെള്ളം കുടിക്കുവാൻ കൊടുക്കുകയാകട്ടെ, അവൻ കുടിക്കുകയാകട്ടെ ചെയ്തില്ല. കർത്താവിന്റെ വിശപ്പും ദാഹവും തന്നെ അയച്ച പിതാവിന്റെ പ്രവൃത്തികളെ തികയ്ക്കുക എന്നതായിരുന്നു. ശമരിയ സ്ത്രീയുടെ മറുപടി, നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവോ? അതിന് ഉത്തരമായിട്ട് കർത്താവ് പറഞ്ഞത്, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവനാരെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം തരികയും ചെയ്യുമായിരുന്നു. ഈ വെള്ളം കുടിക്കുന്നവനോ പിന്നെയും ദാഹിക്കുമെന്ന് പറഞ്ഞു.
ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. അതിന്റെ അർത്ഥം ആത്മീയമാണെന്ന് നമുക്കറിയാം. ഒരു നാളും ദാഹിക്കാത്ത വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ആ വെള്ളം എനിക്ക് തരയണമേ എന്ന് ശമരിയാക്കാരത്തെ സ്ത്രീ പറഞ്ഞു. അതിന് ഉത്തരമായിട്ട് കർത്താവ് പറഞ്ഞത്, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്നാണ്. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. ഭൗമികമായിരിക്കുന്ന നിലയിൽ അവൾ പറഞ്ഞത് സത്യമാണ്. കർത്താവ് പറഞ്ഞത്, നീ പറഞ്ഞത് ശരിയാ, നിനക്ക് ഭർത്താവില്ല. എന്നിട്ട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ, അഥവാ ഈ ഗരീസി മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടെന്നത് സ്ഥലം യെരൂശലേമാണെന്ന് നിങ്ങൾ പറയുന്നു, എന്നാൽ ഞങ്ങൾ ഇവിടെ നമസ്കരിച്ചു വരുന്നു. അപ്പോൾ ഭർത്താവിനെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ ഇത് കേട്ടിട്ട് ഈ സ്ത്രീയെ മറുപടി പറയേണ്ടത് എന്തായിരുന്നു? ഭർത്താക്കന്മാരെ കുറിച്ചൊക്കെ ആയിരുന്നു, ഇപ്പോഴുള്ളവന് എന്ത് പറ്റിയെന്നും ഒക്കെ ആയിരുന്നു പറയേണ്ടത്. പക്ഷെ ഇവള് അതല്ല പറയുന്നത്. പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞപ്പോൾ അതിന് ഉത്തരമായിട്ട് ഇവള് പറയുന്നത്, ഞങ്ങൾ ഈ മലയിലാണ് ആരാധിക്കുന്നതെന്ന, നിങ്ങൾ യെരൂശലേമിലാണെന്നും പറയുന്നു. അപ്പൊ കർത്താവ് ഭർത്താവിനെ വിളിച്ചോണ്ട് പോവാൻ എന്ന് പറഞ്ഞത് ആത്മീയമായിട്ടാണ്, അല്ലാതെ ഭൗതികമായ അർത്ഥത്തിലല്ല. പ്രിയ, അവനോട് നീ ഒരു പ്രവാചകൻ. അപ്പൊ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരുവാൻ പറഞ്ഞത് കേട്ടിട്ട് സ്ത്രീ അതിന് ഉത്തരമായിട്ട് ഒന്നും പറയാതെ ആരാധനയെ കുറിച്ചാണ് പറയുന്നത്. കാരണം കർത്താവ് പറഞ്ഞ കാര്യം അവൾ ശരിക്ക് മനസ്സിലാക്കി, അവൾ ഗ്രഹിച്ചു. യഹൂദന്മാരെ പോലെ ഒന്നും അറിയാത്തവളല്ല അവള്, അവൾക്കത് മനസ്സിലായി. ശമരിയാക്കാർ എന്ന് പറയുന്ന ഈ ജാതികള് BC 722 അശൂർ രാജാവായിരുന്ന തിക്ല പിലേസർ ശമരിയിൽ പിടിച്ചടക്കിയ ശേഷം ഈ ഇസ്രായേല്യരെ ഒക്കെയും അവിടെ നിന്ന് കൊണ്ടുപോയി അവരെ അശൂരിലേക്ക് പിടിച്ചു കൊണ്ടുപോയി. അതിന് പകരമായിട്ട് അവരെ ആ സ്ഥലത്ത് ബാബേൽ, കൂദ, ഔവ, ഹമാത്ത്, സഫർവീം എന്നിങ്ങനെ 5 രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ശമരിയയിൽ പാർപ്പിച്ചു. അവർ അവരുടെ ദേവന്മാരെ കൂടെ കൊണ്ടുവന്നു. ബാബേൽക്കാര് സുക്കോത്ത് ബെനോയിയെയും, കൂദക്കാർ നേർഗാലിനെയും, ഹമാത്തുകാർ അഷീമയെയും, അർവക്കാർ അർത്തക്കിനെയും, അതുപോലെ സഫർവോയിക്കാർ അദ്രമേലേക്കിനെയും ഈ ബിംബങ്ങളെയെല്ലാം കൊണ്ടുവന്നു. അവയെ കൊണ്ടുവന്ന് ശമരിയിൽ പ്രതിഷ്ഠിച്ചു. അവരെ ആരാധിച്ചു പോന്നു. മാത്രമല്ല, ഈ ബിംബങ്ങള് പകരമായിട്ട് അവിടെ സിംഹങ്ങൾ ഇറങ്ങി അവരെ തിന്നാൻ തുടങ്ങിയപ്പോൾ ഈ ദേശത്തിലെ ദൈവത്തെ കൂടെ ആരാധിക്കണമെന്ന് അവർക്ക് ഉപദേശം ലഭിച്ചു. അങ്ങനെ അടിമയായി പിടിച്ചുകൊണ്ട് പോയ ലേവ്യ ഗോത്രത്തിൽ നിന്നൊരു പുരോഹിതനെ കൂടെ തിരിച്ചു കൊണ്ടുവന്ന് ഹെബ്രോനിൽ അവനെ താമസിപ്പിച്ചുകൊണ്ട് അവൻ ഇവർക്ക് ഉപദേശിച്ചു കൊടുത്തു, നിങ്ങൾ യഹോവയെ കൂടെ ഭജിക്കണം, എങ്കിലേ ഒക്കത്തുള്ളൂ. അങ്ങനെ ആ കാലത്ത് ആ ശേഖേം താഴ്വരയിൽ ഗരീസി മലയുടെ മുകളിൽ അവിടെ BC 128 അല്ല, അതിനു മുമ്പേ ഈ നെഹമ്യാവിന്റെ കാലത്ത് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഗവർണർ സൻബല്ലത്ത്, ശബരിയിലെ ഗവർണർ, ആ സൻബല്ലത്ത് ഗരീസീം പർവ്വതത്തിൽ ഒരു ആലയം പണിതു, യഹോവയ്ക്കൊരു ആലയം പണിതു. ആ ആലയത്തിൽ തോറ അല്ലെങ്കിൽ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ വെച്ചു. അവര് പെസഹായ, പെന്തക്കോസ്, കൂടാരപ്പെരുന്നാൾ എന്നിവ ആ മലയിൽ അവർ ആഘോഷിച്ചു. അങ്ങനെ അവരെ ഈ 5 വിഗ്രഹങ്ങളെയും അതുപോലെ തന്നെ യഹോവയെയും ഭജിച്ചുകൊണ്ട് പാർത്തു വരുന്ന ഒരു ജാതി ആയിരുന്നു.
അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗരീസീം മലയിൽ യഹോവയെ ആരാധിക്കുന്ന പതിവ് അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഈ ജാതിയെ സംബന്ധിച്ചാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല എന്ന് പറഞ്ഞാൽ 5 വിഗ്രഹങ്ങളെ നീ സേവിച്ചു കൊണ്ടിരുന്നതാണ്, 5 കർത്താക്കന്മാർ നിനക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ളവനോ, അതായത് യഹോവയെ ഭജിക്കുന്നു എന്ന് പറയുന്ന അവനും നിനക്ക് യഥാർത്ഥത്തിൽ ഭർത്താവല്ല എന്നാണ് പറഞ്ഞത്. ഇത് തിരിച്ചറിഞ്ഞ ശമരിയ സ്ത്രീ ഉത്തരമായിട്ട് പറഞ്ഞതാണ്, ഞങ്ങൾ ഈ മലയിലാണ് ആരാധിക്കുന്നത്, നിങ്ങൾ പറയുന്നു യെരൂശലേമിലാണ് ആരാധനയെന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് സംസാരിച്ചതെല്ലാം ആത്മീയമായിട്ട് അർത്ഥത്തിലായിരുന്നു. തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ട്. അത് കേട്ട ശിഷ്യന്മാർ പോലും അവര് തെറ്റായിട്ടാണ് ധരിച്ചത്. വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്ന് കൊടുത്തു എന്ന് അവർ തമ്മിൽ പറഞ്ഞു. തന്നെ അയച്ച പിതാവിന്റെ പ്രവൃത്തിയെ തികയ്ക്കുന്നതാണ് കർത്താവിന്റെ ആഹാരം, അല്ലാതെ വേറെ ഒന്നുമല്ല. വീണ്ടും കർത്താവ് പറയുമ്പോൾ ആത്മീയമായിട്ടാണ് പറയുന്നത്. ശിഷ്യന്മാരോട് പറയുകയാണ്, നോക്കുക, തലപൊക്കി നോക്കുക. ശമരിയ പട്ടണത്തിൽ നിന്ന് കർത്താവിനെ തേടി വരുന്ന ആ പട്ടണക്കാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ നോക്കുക, കൊയ്ത്തിന് ഇപ്പോൾ നിങ്ങൾ പറയുന്നു 4 മാസം കഴിഞ്ഞാണ് കൊയ്ത്തെന്ന്, എന്നാൽ ഇതാ കൊയ്ത്തിന് ഇപ്പോൾ തന്നെ വിളഞ്ഞിരിക്കുന്നു. ഇവിടെ എല്ലാം കർത്താവ് സംഭാഷിക്കുന്നത്, പറയുന്നതെല്ലാം ആത്മീയമായ കാര്യമാണ്, ആത്മീയമായ അർത്ഥത്തിലാണ്. പക്ഷെ അത് ഗ്രഹിക്കുവാൻ, യഹൂദന്മാരുടെ ഇടയിൽ സംസാരിച്ചതൊന്നും ഗ്രഹിക്കുവാൻ യഹൂദന്മാർക്ക് കഴിഞ്ഞില്ല. കാരണം ദൈവം അവരുടെ കണ്ണും ചെവിയും ഹൃദയവും അടച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ജാതീയമായിട്ട് യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. പഴയ നിയമം മുഴുവനും ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും അതുപോലെ സങ്കീർത്തനങ്ങളിലും സകല തിരുവെഴുത്തുകളിലും പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ കുറിച്ചാണ്. ഞാനാകുന്നവൻ ഞാൻ ആകുന്നു എന്ന വാക്ക് കർത്താവായ യേശു ക്രിസ്തു താന് 14 പ്രാവശ്യം സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 14 എന്ന് പറയുന്നത് പൂർണ്ണസംഖ്യയാണ്. 7 പ്രാവശ്യം തന്റെ അവകാശ പ്രഖ്യാപനങ്ങളോടുള്ള ബന്ധത്തിൽ ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വേറെ 7 കാര്യങ്ങളോടുള്ള ബന്ധത്തിലും പറഞ്ഞിട്ടുണ്ട്. വിവരിക്കുവാനായിട്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിടുന്നു. കർത്താവ് പറഞ്ഞത്, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. അതായത് ഇന്ന് വരെ എന്ന് പറയുമ്പോൾ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാള് മുതൽ ദൈവം പ്രവർത്തിക്കുന്നു, അതിന്റെ കൂടെ തന്നെ ഞാനും പ്രവർത്തിക്കുന്നു എന്നാണ്. കർത്താവ് ഉണ്ടായിരുന്ന നേരം ആ 1-ാം വാക്യം തന്നെ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം വാക്യം തന്നെ അതാണ് പറയുന്നത്. എലോഹി, ദൈവങ്ങൾ, അവിടെ കർത്താവുമുണ്ട്. റഷീദ്, ആദിയിൽ. മഷായി, സ്വർഗങ്ങൾ. യറസ്, ഭൂമിയും. ബാറാൻ, സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ദൈവങ്ങൾ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ. പിതാവും പുത്രനും ചേർന്നാണ് സകല പ്രവർത്തികളും ചെയ്യുന്നത്. എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്നാണ്. അപ്പോൾ സകലതും സൃഷ്ടിച്ചതും പ്രവർത്തിക്കുന്നതും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ പുതിയ പഴയ നിയമങ്ങൾ രണ്ടിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നു. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അതെ, യഹോവ സത്യദൈവം
എന്ന് യിരെമ്യാ 10:10 പറയുമ്പോൾ, അതുപോലെ തന്നെയാണ് അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ എന്ന് പറയുന്ന ആ പഴയ നിയമത്തിലെ വാക്കുകൾ തന്നെ പുതിയ നിയമത്തിൽ യോഹന്നാൻ അപ്പോസ്തലനെടുത്ത് എഴുതിയിട്ടുണ്ട്. അവൻ നാം ഈ സത്യദൈവമായ കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ അവൻ ലോകത്തിൽ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിലും ആകുന്നു, അതായത് അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. അതാണ് നാം ഇന്ന് കണ്ടത്. പഴയ പുതിയ നിയമങ്ങളിലെല്ലാം നമ്മെ രക്ഷിക്കുവാനായിട്ട്, നമ്മെ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാനായിട്ട്, നമ്മളെ നടത്തുവാനായിട്ട്, നമുക്ക് കൃപ തരുന്നതായിട്ട് ഒരേ ഒരുത്തനേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്, അല്ലാതെ ആരും ഇല്ല. ആ കർത്താവിനെ ആശ്രയിച്ചാണ് നാം ജീവിക്കുന്നത്. നാം സത്യദൈവത്തിലാണ്, അതായത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. അങ്ങനെ ആ സത്യത്തെ മനസ്സിലാക്കി, യഹൂദന്മാർക്ക് മറവായിരുന്ന കാര്യം, ആത്മീയമായ സത്യങ്ങളെ മനസ്സിലാക്കി വിഴുന്നാളുകളിൽ നമുക്ക് ജീവിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ഒരു ശനിയാഴ്ചയും ദൈവദിനത്തിന് മുൻപായിരിക്കാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും ഈ സൂം മീറ്റിംഗിൽ കൂടി ദൈവം തന്ന ഒരു നല്ല ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൂതൻ എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് തോമസ് ബ്രാച്ചാൻ കുറെ നേരം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. പറഞ്ഞിരിക്കുന്ന അനേക സത്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ ദൈവം ഒരവസരം കൂടി തന്നെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ സ്നേഹത്തെയും നന്ദിയും ഞങ്ങൾ അറിയിക്കുകയാണ്. കാലുപുരനാഥ് മിനിസ്ട്രി ഓർത്ത് പ്രിയപ്പെട്ട എല്ലാവരും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നത് ഓർത്ത് ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുകയാണ്. ഈ ഒരു ശനിയാഴ്ച ദിവസം എത്രയോ കാര്യങ്ങൾ ചെയ്യാനുള്ള വേലകളുണ്ട്. അതെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ പറ്റുന്നു. കടന്നു വന്നത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. മാത്രമല്ല, അനുഗ്രഹിക്കപ്പെട്ട 2 ഗാനങ്ങൾ പാടുവാൻ പറ്റണം. പ്രിയ സഹോദരി ബിജുവിനെയും ദൈവം എടുത്ത് ഉപയോഗിച്ചതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ധാരാളം പാട്ടുകൾ ദൈവത്തിനായിട്ട് പാടുവാൻ പറ്റണം. പ്രിയ സഹോദരിയും ദൈവം ഇനിയും എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആത്മഹത്യാതെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ തോമസ് ബ്രാച്ചാനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ അനേക ഗ്രന്ഥങ്ങൾ എഴുതുവാൻ പറ്റണം. അത് ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്നും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അനേക ഗാനങ്ങൾ എഴുതുവാൻ പറ്റണം. ദൈവം പ്രിയ യേശുദാസിനെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു യൂട്യൂബ് ചാനൽ തന്നെ എന്റെ പാട്ടുകൾ തന്നെ ഉള്ളത്. കുട്ടികൾക്ക് അത് കേൾക്കുവാൻ സാധിക്കും. ഇന്നും ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയം ദൈവം തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. മിനിസ്ട്രി വരും കാലങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ സ്തോത്രം അപേക്ഷിക്കുകയാണ്. അത് പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയപിതാവേ, ഈ നല്ല നേരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു ശനിയാഴ്ച ദിവസവും കർത്താവേ, ഞങ്ങൾക്ക് ഇങ്ങനെ കടന്നു വന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ പറ്റണം, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ പറ്റണം. ഇന്നും ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായിട്ട് സ്നേഹത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനേക പ്രിയപ്പെട്ടവർക്ക് കർത്താവെ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുവാൻ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും കർത്താവ് കൊടുക്കാനായിട്ട് നന്ദിയോടെ സ്തോത്രം. കാലാവസ്ഥയെല്ലാം പല സ്ഥലങ്ങളിലും പ്രതികൂലമായിരുന്നു. എന്നാൽ ഇന്റർനെറ്റോ ഡേറ്റോ ഒന്നും ഒരു പ്രയാസം ഉണ്ടാകാതെ ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 2 ഗാനങ്ങൾ പാടുവാൻ തക്കണം. പ്രിയ സഹോദരി ബിജുവിനെയും എടുത്ത് ഉപയോഗിച്ചതിനായിട്ട് സ്തോത്രം. പ്രിയ സഹോദരിക്കും കർത്താവിനെയും ധാരാളം ഗാനങ്ങൾ പാടുവാൻ ആവശ്യമായ എല്ലാ കൃപകളും കർത്താവ് കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ലൊരു വിഷയം കർത്താവെ, മറഞ്ഞിരിക്കുന്ന അനേക സത്യങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുവാൻ തക്കണം. ഞങ്ങളുടെ ദാസനെ എടുത്ത് ഉപയോഗിച്ചതിനായിട്ട് നിങ്ങൾ സ്തോത്രം. അനേക പുസ്തകങ്ങൾ എഴുതുവാൻ പറ്റണം.
അനേകരുടെ കരങ്ങളിൽ അത് പ്രയോജനപ്പെടുവാൻ തക്കണം ദൈവനെ ഇടവരുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനായിട്ട് അങ്ങയുടെ സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല ധാരാളം ഗാനങ്ങൾ എഴുതി ദൈവനത്തിന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ ദാസനെയും കർത്താവെ കുടുംബത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അറ്റ്ലാന്റയിലായിരിക്കുമ്പോൾ കർത്താവെ അവിടെയുള്ള ദൈവസഭയ്ക്കും താൻ കർത്താവെ ഒരു അനുഗ്രഹമായിട്ട് ഇരിക്കുന്നതെന്ന് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെയും ധാരാളം പുസ്തകങ്ങൾ എഴുതുവാനുണ്ട്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും സമയം നിങ്ങളുടെ ദാസന് കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വളരെയധികം അധ്വാനിക്കുന്ന സന്തോഷത്തിനെ കർത്താവ് അതുപോലെ കുടുംബത്തെയും ആവശ്യങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യം എല്ലാ കൃപകളും കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമെങ്കിൽ അടുത്ത ആഴ്ചയും ഞങ്ങൾക്ക് കടന്നു വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുള്ള സാഹചര്യങ്ങൾ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൽക്കാലം ഞങ്ങൾ പിരിയുന്നെങ്കിലും പിരിയാത്തൊരു നല്ല ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതിനായിട്ട് ഞങ്ങളുടെ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ ഞങ്ങളുടെ സ്തോത്രം. എല്ലാം കർത്താവായി അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ ആമേൻ.